ഏറ്റവും കൂടുതൽ നീളത്തിൽ ദേശീയപാത കടന്നുപോകുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാട്, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ. ഉത്തരം എറണാകുളം. കേരളത്തിലെ ജില്ലകളിൽ 172.76 കിലോമീറ്റർ വരുന്ന ദേശീയപാതയുടെ ഏറ്റവും കൂടിയ ദൈർഘ്യം എറണാകുളത്താണ്. കേരളത്തിൽ ദേശീയപാതയുടെ ഏറ്റവും കുറഞ്ഞ നീളം വയനാട്ടിലുമാണുള്ളത്. ഹൃദയാഘാതം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന സമയം ഏത്? അതിരാവിലെ, രാവിലെ, ഉച്ചയ്ക്ക്, അർദ്ധരാത്രി. ഉത്തരം അതിരാവിലെ. പുലർച്ചെ 4 മുതൽ 10 വരെയുള്ള സമയത്താണ് മിക്ക ഹൃദയാഘാതങ്ങളും ഉണ്ടാകുന്നത്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ഒട്ടിപ്പിടിക്കുന്ന സമയമാണിത്. അഡ്രിനൽ ഗ്രന്ഥികളിൽ നിന്ന് അഡ്രിനാലിൻ വർദ്ധിച്ച് കൊറോണറി ധമനികളുടെ ഫലകങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാനും ഈ സമയത്ത് കാരണമാകുന്നത്. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാകാവുന്ന അസുഖം: സന്ധിവാതം, അസിഡിറ്റി, വൃക്കരോഗം, ഇവയെല്ലാം. ഉത്തരം ഇവയെല്ലാം. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് സന്ധികളിൽ ജലം അടിഞ്ഞുകൂടുമെന്നും അതുവഴി ആർത്രൈറ്റിസ് ഉണ്ടാകുമെന്നും ആയുർവേദ വിദഗ്ധർ പറയുന്നു. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ടോക്സിൻ ശേഖരണം വർദ്ധിപ്പിക്കുകയും ഇത് സന്ധിവാത പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. കൂടാതെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വൃക്കരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, ദഹന വ്യവസ്ഥയിലെ മോശം പ്രഭാവം ഉണ്ടാക്കുകയും ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ദുസ്വപ്നം കാണാൻ ഏറ്റവും സാധ്യതയുള്ള കിടത്തം: വലത്, ഇടത്, മലർന്ന്, കമഴ്ന്ന്. ഉത്തരം ഇടത്. പുരാതന ചൈനീസ് വൈദ്യശാസ്ത്രം അനുസരിച്ച് വലതുവശത്ത് ഉറങ്ങുന്നവരേക്കാൾ ഇടതുവശത്ത് ഉറങ്ങുന്നവർ രാത്രി ഭയവും അസ്വസ്ഥവുമായ സ്വപ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പഫിൻ്റെ സമയം സിഗരറ്റ് എരിയുന്ന ഭാഗത്തെ താപനില എത്രയാണ്? 400 ഡിഗ്രി സെൽഷ്യസ്, 500 ഡിഗ്രി സെൽഷ്യസ്, 600 ഡിഗ്രി സെൽഷ്യസ്, 900 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം 900 ഡിഗ്രി സെൽഷ്യസ്. കത്തുന്ന സിഗരറ്റിലെ താപനില പഫിനിടയിൽ ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു പഫ് സമയത്ത് ഏകദേശം 900 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി തടസ്സം ഉണ്ടാക്കുന്ന ജീവി ഏത്? കാക്ക, വവ്വാൽ, എലി, അണ്ണാൻ. ഉത്തരം അണ്ണാൻ. അണ്ണാനാണ് പൊതുവൈദ്യുതി യൂട്ടിലിറ്റികളുടെ തകരാറുകൾക്ക് ഏറ്റവും സാധാരണമായ കാരണം. യൂട്ടിലിറ്റി ലൈനിലൂടെ ഓടുന്ന അണ്ണാൻ വൈദ്യുത ലൈനുകൾക്കിടയിൽ ഒരു കറണ്ട് പാത്തായി മാറുകയാണെങ്കിൽ ഒരു അണ്ണാന് പവർ സപ്ലൈ സിസ്റ്റത്തെ തടസ്സപ്പെടുത്താൻ കഴിയും. ചിറകില്ലാത്ത പക്ഷി ഏത്? കിവി, ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ, വവ്വാൽ. ഉത്തരം കിവി. ഒരു കോഴിയോളം വലുപ്പമുള്ള കിവി ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന ചെറുതും പറക്കാനാകാത്തതുമായ ഏതാണ്ട് ചിറകില്ലാത്തതുമായ പക്ഷിയാണ്. കൊക്കിൻ്റെ അറ്റത്ത് നാസാരന്ധ്രങ്ങളുള്ള ലോകത്തിലെ ഏക പക്ഷി കൂടിയാണിത്. വീട്ടിൽ മഞ്ഞളിനോട് ചേർത്ത് വയ്ക്കാൻ പാടില്ലാത്ത വസ്തു ഏത്? കടുക്, മുളകുപൊടി, ഉപ്പ്, പുളി. ഉത്തരം ഉപ്പ്. വീട്ടിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും ഉപ്പും മഞ്ഞളും വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യമാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ രണ്ടും വീട്ടിൽ ഒരുമിച്ച് സൂക്ഷിക്കുന്നത് ശുഭകരമല്ല. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ 2 കാര്യങ്ങളും ഒരിക്കലും ഒരുമിച്ച് സൂക്ഷിക്കരുത്. ഇതുമൂലം ഹാലുസിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏത്? റുബീഡിയം, പൊട്ടാസ്യം, സോഡിയം, ലിഥിയം. ഉത്തരം ലിഥിയം. ലിഥിയം മണ്ണെണ്ണയേക്കാൾ ഭാരം കുറഞ്ഞതാണ്. ഇത് മണ്ണെണ്ണയുടെ അടിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് മണ്ണെണ്ണയുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും വായുവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത് പാരഫിൻ വാക്സിൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത്. ഭൂപടത്തിൽ തരിശുഭൂമി രേഖപ്പെടുത്തുന്ന നിറമേത്? മഞ്ഞ,
വെള്ള, പച്ച, കറുപ്പ്. ഉത്തരം വെള്ള. ഭൂപടത്തിൽ മഞ്ഞ കൃഷി ഇടങ്ങളെയും പച്ച സസ്യജാലങ്ങളെയും കറുപ്പ് തീവണ്ടി പാതയെയും വെള്ള തരിശുഭൂമിയെയും കാണിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.